ഗൈസ് നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. പുതിയൊരു ക്ലച്ച് തന്നെയാണ്. ഒരു 1v2 ഉണ്ട്, അതിന്റെ ഒപ്പം തന്നെ ഒരു 1v3 ഉണ്ട്. അപ്പൊ നമ്മള് റീകോൾ അടിക്കാൻ വന്നപ്പോ തന്നെ ഒരു എനിമീനെ ടോപ്പിൽ കണ്ടായിരുന്നു. അപ്പൊ അവനിട്ട് ഒരു ടാഗ് കൊടുക്കാൻ ശ്രമിച്ചു. ഓക്കെ, അവനെ ഞാൻ അടിച്ചിട്ടു. അവനെ അടിച്ചിട്ടതിന് ശേഷം തൊട്ടടുത്ത് തന്നെ റൈറ്റില് വേറെ ടീംസ്, അതായത് ഞാൻ ഇവനെ ഫിനിഷ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവന്റെ ടീമേറ്റ് ഉള്ള കാര്യം. അപ്പൊ എന്തായാലും കറക്റ്റ് ആയിട്ട് എന്തായാലും മെഡ് അടിച്ച് സോണും വരുന്നുണ്ട്. സോൺ സ്റ്റാർട്ടായി. സോണോട്ട് തന്നെയായിരുന്നു ഫുൾ കളിയും വന്നത്. അങ്ങനെ അവസാനം മെഡ് അടിച്ചിട്ട് ഇവൻ എന്റെ ടീമേറ്റ് അവിടുന്ന് പുഷ് ചെയ്തു. ടീമേറ്റ് പുഷ് ചെയ്ത സമയത്ത് ഇവൻ നേരെ അങ്ങോട്ട് തന്നെ കയറിയപ്പം ഞാൻ അവനെ അടിച്ചിട്ടിട്ട് നേരെ സോണിലേക്ക് പോകുന്ന വഴിയായിരുന്നു മോനെ. സോണിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. എങ്ങനെ പോയാലും ഈ ഫിനിഷ് എടുത്തു. പക്ഷേ 2 എനിമീസ് നോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കി ടീംസ് എന്തായാലും അവിടെ കാണും. സോ സോണോട്ട് അല്ലെന്ന് വിചാരിച്ച് അവിടെ കിടന്ന് ലൂട്ട് എടുക്കുന്ന സമയത്ത് ബാക്കിൽ അവന്റെ ലാസ്റ്റ് എനിമിയില്ല, ആ ടീമിലെ ലാസ്റ്റ് മാൻ അവിടെ ഉണ്ടായിരുന്നു. എന്റെ ടീമേറ്റ് അടി കൊണ്ടു. അതിന്റെ ഒപ്പം തന്നെ കവർ പിടിക്കാൻ നിന്നേ ഉള്ളൂ. തൊട്ട് തലേ തന്നെ ഒരു ഹെഡ് ഷോട്ട് കിട്ടുകയും ചെയ്തു. ഞാൻ അവിടെ വീഴുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ 2 പേര് നോക്കായി കിടന്നപ്പോൾ തന്നെ നമ്മുടെ ടീമേറ്റ് ഉണ്ട്. ഭാഗ്യം കൊണ്ട് അവനൊന്ന് ഫയർ ചെയ്തുകൊണ്ട് അവനൊന്ന് ഒതുങ്ങിയോണ്ട് വന്ന് റിവ് എടുക്കാൻ പറ്റി. പെട്ടെന്ന് തന്നെ വന്ന് നമ്മുടെ ടീമേറ്റ് പൊക്കിയോണ്ട് നമ്മളെ 2 പേരെയും പൊങ്ങി കിട്ടി. പക്ഷെ ടീമേറ്റിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. അതാണ് ഏറ്റവും വലിയൊരു ഇതായി പോയത്. ടീമേറ്റ് ഓപ്പണിൽ നിന്ന് അടിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് അബദ്ധം പറ്റിപ്പോയത്. മെഡ് അടിച്ചിട്ട് പതിയെ വണ്ടി കയറി. വണ്ടിയുടെ ബാഗിൽ ചെന്ന് നിന്നാൽ മതിയായിരുന്നു. വണ്ടി കയറി ഞങ്ങൾ ഒരുമിച്ച് പോകാനുള്ള പരിപാടി ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. എന്തായാലും ബാക്കി നിങ്ങൾ കണ്ടു നോക്ക്. ഞങ്ങൾ 2 പേരും എന്തായാലും സോണിൽ കയറും. ഞാനും നമ്പർ 2 എന്തായാലും സോണിൽ കയറും. അവന്റെ കില്ല് കൺഫേം ആക്കാനാണെന്ന് തോന്നുന്നു. അവൻ കറക്റ്റ് ടൈമിൽ ലെഫ്റ്റിലേക്ക് വാങ്ങിയത്. ഞാനും കൊടുത്തു. പക്ഷെ അതിനൊപ്പം തന്നെ എന്റെ ടീമേറ്റ് അടിച്ച് അവന്റെ കില്ല് എന്തായാലും കൺഫേം എടുത്തിട്ടുണ്ട്. അവന്റെ കഴപ്പ് അതോടെ മാറി. സോണോട്ട് കിടന്നുള്ള കളി. ഓക്കെ, അപ്പൊ തന്നെ റിവ് എടുക്കാൻ ശ്രമിച്ചെങ്കിലും പക്ഷെ റിവ് എടുക്കാൻ പറ്റില്ല. സോണിന് ഡാമേജ് കൂടി തുടങ്ങി. സോണ് മുട്ടിയായിരുന്നു. ഞങ്ങൾ മെഡ് അടിക്കുന്ന സമയത്ത് സോണ് മുട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മെഡ് അടിക്കാൻ പറ്റി. അപ്പം നേരെ സോണിലേക്ക് വിട്ടുപോയിട്ട് തൊട്ട് ഫ്രണ്ടിലാണ് സ്ക്വാഡ്. റീകോളിന്റെ ബാക്കിലാണ്. അവിടെയാണ് ഞങ്ങൾ ചെന്ന് നിൽക്കുക. അതിന്റെ ഫ്രണ്ടില് എനിമീസ് ഉണ്ട്. ഞാൻ കണ്ടില്ല, ഇവനാണ് കണ്ടത്. ഇവൻ പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തി ഇറങ്ങി. ഞാൻ ഫ്രണ്ടിലേക്ക് ഇറങ്ങിയപ്പോൾ അവൻ അപ്പം തന്നെ പറഞ്ഞു ഫ്രണ്ടിൽ ആളുണ്ട്, ഒന്ന് ഒതുങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ടീമേറ്റ് എന്തായാലും 2 പേർക്ക് അത്യാവശ്യം ടാഗ് കൊടുക്കും പെട്ടെന്ന് കയറി. പക്ഷെ ഇവനെ നോക്കിടുന്നോണ്ട് ഞാൻ അവിടെ ഒരു 1v3 ആണ് അവിടെ എടുക്കാൻ പോകുന്നത്. ബാക്കി നിങ്ങളങ്ങ് കണ്ടു 1v3 ക്ലച്ച് എങ്ങനെ ഉണ്ടതാ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. റിവെഞ്ച് ടേക്കൻ എന്നൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഓൾഡ് അടിച്ച്